ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തതിൽ പ്രതികരണവുമായി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. സത്യത്തെ സ്വർണ്ണപ്പാളികൾ കൊണ്ട് മൂടിയാലും അത് പുറത്തുവരും എന്നാണ് രമേശ് ചെന്നിത്തല പ്രതികരിക്കുന്നത്. മന്ത്രി അറിയാതെ ശബരിമലയിൽ ഇത്രയും വലിയ കൊള്ള നടക്കുമെന്ന് ആരെങ്കിലും വിശ്വസിക്കുമോ എന്നും രമേശ് ചെന്നിത്തല ചോദിച്ചു. മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വത്തിന്റെ ചുമതല വഹിച്ചപ്പോഴാണല്ലോ ഇതൊക്കെ നടന്നത്. ഒരു മന്ത്രി അറിയാതെ ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശബരിമലയിൽ ഉണ്ടായി എന്ന് ആര് വിശ്വസിക്കും? ആർക്കാണ് വിശ്വസിക്കാൻ കഴിയുന്നത്? 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും മാത്രം വിചാരിച്ചാൽ ഇത്രയും വലിയ ഒരു സ്വർണ്ണക്കൊള്ള അവിടെ നടത്താൻ കഴിയുമോ? സത്യത്തെ സ്വർണ്ണപ്പാളി കൊണ്ട് മൂടിയാലും ആ സത്യം പുറത്തു വരും. കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തതിൽ ഇപ്പോൾ അഭിപ്രായം പറയാനില്ല എന്ന് ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ. SIT റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം അഭിപ്രായം പറയാമെന്നും വി.എൻ. വാസവൻ വ്യക്തമാക്കി. SITയുടെ അന്വേഷണ റിപ്പോർട്ടെല്ലാം കഴിഞ്ഞതിന് ശേഷം കോടതി ഇതെല്ലാം കൊടുത്തു കഴിയുമ്പോൾ അഭിപ്രായം പറയാം. അതുവരെ അന്വേഷണം നടക്കുമ്പോൾ ഞങ്ങൾ കയറി പറയുന്നത് ശരിയല്ല. കോടതിയുടെ മേൽനോട്ടത്തിൽ ശരിയായ ദിശയിൽ ഇത് പോകുന്നു. അത് കേരളീയ സമൂഹം എല്ലാ അർത്ഥത്തിലും അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഗവൺമെൻറ് നിലപാട് നേരത്തെ തന്നെ പറഞ്ഞു. X or Y ആരെയും SIT ചോദ്യം ചെയ്യേണ്ട, എല്ലാം ചോദ്യം ചെയ്യണം. ഒന്നും വിടേണ്ട കാര്യമില്ല. എന്നിട്ട് നല്ല ഭംഗിയായിട്ട് അതിൻ്റെ അന്വേഷണം പോകുന്നു. കോടതിയുടെ മേൽനോട്ടത്തിലാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും അതിൻ്റെ വിശ്വാസ്യതയുണ്ട്. അത് തുടരട്ടെ. SITക്ക് മേൽ സമ്മർദ്ദമുണ്ടെന്ന ആരോപണത്തിനിടെയാണ് അന്വേഷണത്തിൽ നിർണായക നീക്കങ്ങൾ ഉണ്ടായിരിക്കുന്നത്. R. ശ്രീജിത്ത് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ശ്രീജിത്ത്, ഇതിൽ കടകംപള്ളി സുരേന്ദ്രനെ കൂടി ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് ഇപ്പോൾ SIT എത്തി നിൽക്കുകയാണ്. CPIM കൂടുതൽ പ്രതിരോധത്തിലാവുന്ന നിലയുണ്ട്. ഈ എ പത്മകുമാറിനടക്കം ഇപ്പോഴും കോടതി ജാമ്യം നിഷേധിക്കുന്ന സാഹചര്യമുണ്ട്. കടകംപള്ളി സുരേന്ദ്രനൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കം നിൽക്കുന്ന ചിത്രങ്ങൾ പ്രതിപക്ഷം വലിയ രാഷ്ട്രീയ ആയുധമാക്കുന്ന നിലയുണ്ട്. ഇതിനൊക്കെയിടയിൽ ഒരു പ്രതിരോധം CPIMന് ഇനി എത്രത്തോളം സാധ്യമാകും എന്നത് ചോദ്യമാണ്. നേരത്തെ CPIM ഉയർത്തുന്ന വാദമുണ്ട്. അത് ക്ഷേത്രഭരണങ്ങളുടെ കാര്യത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. ദേവസ്വം മന്ത്രിക്ക് ഇടപെടുന്നതിൽ നിയമപരമായി തന്നെ പരിമിതികളുണ്ട് എന്ന പ്രതിരോധമൊക്കെ നേരത്തെ നമ്മൾ കേട്ടതാണ്. ഇനി ഈ വിഷയത്തെ എങ്ങനെയായിരിക്കും CPIM ഒരു പ്രതിരോധം തീർക്കുന്ന നിലയിലേക്ക് കൊണ്ടുപോകുന്നത്? ശ്രീജിത്ത്, തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ഫലം അവലോകനം ചെയ്യാൻ CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗവും മുതിർന്ന നേതാവുമായ കടകംപള്ളി സുരേന്ദ്രനെ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചത്. നേരത്തെ പാർട്ടി നേതാക്കളായ എ പത്മകുമാറും N. വാസുവും ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായതിൻ്റെ പ്രതിരോധം CPIMനുണ്ട്. അത് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ അവർ തിരിച്ചടിക്കുകയും ചെയ്തു എന്ന് അവർ സമ്മതിക്കുന്നില്ലെങ്കിൽ കൂടി അതൊരു വാസ്തവമായി നിൽക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രനെ 2019 ഈ സ്വർണ്ണക്കൊള്ള നടക്കുന്ന ഘട്ടത്തിൽ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ ഇപ്പോൾ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത്. അപ്പോൾ വീണ്ടും ഈ അന്വേഷണത്തിൻ്റെ ശ്രദ്ധ അത്രയും CPIMലേക്ക് കേന്ദ്രീകരിക്കുന്നു എന്നതാണ് പാർട്ടി നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധി. സർക്കാരിനും അതേ പ്രതിസന്ധി ഉണ്ട്. ഇവിടെ ദേവസ്വം ബോർഡ് ആണ് ശബരിമല അടക്കമുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളുടെ ദൈനംദിന കാര്യങ്ങളിലും നയപരമായ കാര്യങ്ങളിലും തീരുമാനമെടുക്കുന്നത്. ദേവസ്വം മന്ത്രിക്ക് അക്കാര്യത്തിൽ പ്രത്യേക റോളൊന്നുമില്ല. ദേവസ്വം മാനുവൽ അനുസരിച്ച് ബോർഡിനാണ് പരമാധികാരം എന്നതാണ് CPIMന്റെ എക്കാലത്തെയും പ്രതിരോധം. അത് അക്കാര്യത്തിൽ സാങ്കേതികമായ ശരികളുമുണ്ട്. കാരണം ദേവസ്വം ബോർഡാണ് ഈ നയപരമായ തീരുമാനങ്ങൾ എടുക്കേണ്ടത്, അത് നിർവഹണം നടത്തേണ്ടത്, ഒപ്പം ക്ഷേത്രങ്ങളുടെ ദൈനംദിന കാര്യങ്ങളിലും തീരുമാനമെടുക്കേണ്ടത് ദേവസ്വം ബോർഡ് തന്നെയാണ്. എന്നാൽ ഇവിടെ കടകംപള്ളി സുരേന്ദ്രനെ പ്രതിരോധത്തിലാക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെ സംശയത്തിലാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ സ്വർണ്ണക്കൊള്ളയുടെ കേന്ദ്ര ബിന്ദുവായി അറിയപ്പെടുന്ന അല്ലെങ്കിൽ കണക്കാക്കപ്പെടുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധമാണ്. അടുത്ത ദിവസങ്ങളിലും അതിനു മുമ്പും പുറത്തു വന്ന ചിത്രങ്ങളിൽ കടകംപള്ളി സുരേന്ദ്രന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുണ്ടെന്ന കാര്യം വ്യക്തമായിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ മറ്റ് ആരോപണങ്ങളും ഈ ഘട്ടത്തിൽ സർക്കാരിനെതിരെ വരുന്നുണ്ട്. അതായത് ഈ ഡി മണി എന്ന് പറയുന്ന ആളുകൾക്ക് രാഷ്ട്രീയ നേതൃത്വത്തിന് പണം നൽകി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇടപാടുകൾ ഈ പുരാവസ്തു കച്ചവടവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടോ തുടങ്ങിയ തരത്തിലുള്ള സംശയങ്ങളൊക്കെ ഉണ്ട്. ഇത്തരം സംശയങ്ങൾ വളരെ ശക്തമായി നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ CPIMന്റെ തെക്കൻ കേരളത്തിലെ മുതിർന്ന നേതാവും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ കടകംപള്ളിയിലേക്ക് ചോദ്യം ചെയ്യൽ വരുന്നത്. അതുകൊണ്ട് തന്നെ CPIMന് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ഘട്ടമാണിതെന്ന് പറയേണ്ടിയിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.